ഹലോ നമസ്കാരം. അപ്പോ നാളെ ഗണേശോത്സവമാണ്. ഈ ഗണേശോത്സവത്തിന്റെ പ്രസിഡന്റിനായ ധനികാരനെ ക്ഷണിക്കാണ്. ആളിതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പറയും. അപ്പോ നാളെ ഗണേശോത്സവമാണ്. അപ്പോ നമ്മുടെ ഈ തെക്കേപ്പുറം സെന്ററിലെ ഗണേശോത്സവത്തിന്റെ വിശേഷങ്ങളും എത്ര വർഷമായി തുടങ്ങിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞില്ലേ? നമ്മളൊരു 15 വർഷമായി. പാലക്കാട് നിന്ന് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പ്രാവശ്യം തൃശ്ശൂരിൽ നമ്മളെ പതിനൊന്നില്ല മുന്നേ നമ്മൾ 7 വർഷം പൂജ ചെയ്തിരുന്നു. ഇപ്പോ നമ്മൾ 3 വർഷം നാളെ കാലത്ത് ഒരു 7 മണിക്ക് കിടന്നു വന്നു. മുന്നേ ഏകദേശം 15 വർഷമായി ഇവര് ഗണേശോത്സവം കൊണ്ടുപോയി തുടങ്ങിയിട്ടെന്നാണ് പറയുന്നത്. മുന്നൊക്കെ വിഗ്രഹം കൊടുത്തിട്ട് 7 ദിവസം വെച്ചിട്ട് ഇപ്പൊ 3 ദിവസമല്ലേ? അപ്പൊ എന്നാ വിഗ്രഹം അതായത് നമ്മള് ബുധനാഴ്ച വൈകിട്ടാണ് വിഗ്രഹം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗണപതി ഹോമം എന്നാണോ ആദ്യമായിട്ട് നടത്തുന്നത്? ഗണപതി ഹോമം ദിവസം, അതായത് ശനിയാഴ്ച കാലത്ത് ഇന്നലെ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുധനാഴ്ച കൊടുത്തതിന് ശേഷം എല്ലാ ദിവസവും കാലത്ത് ചെറിയ പൂജകളുണ്ടാവും. വൈകിട്ട് പൂജ. അത് ആരാ ചെയ്യുന്നത്? അത് നമ്മുടെ മകര അമ്പലത്തിലെ മാക്കാരിക്കോ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ശാന്തിയാണ്. ദിവസവും 2 നേരം ഇവിടെ പൂജ ഉണ്ട്. ബുധനാഴ്ച കൊടുത്താണ്, വ്യാഴാഴ്ച മുതലല്ലേ? വ്യാഴാഴ്ച മുതൽ കാലത്തും വൈകിട്ടും എല്ലാ ദിവസവും പൂജകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ വിനായക ചതുർത്ഥി ദിനത്തില് വിഗ്രഹം കൊണ്ടുപോകുന്ന ദിവസം കാലത്ത് ഗണപതി ഹോമം ഉണ്ട്. പിന്നെ വേറെ എങ്ങനെയാ വേറെ കാര്യങ്ങൾ തലേദിവസം എന്തെങ്കിലും ഇന്ന് 2 നേരം പൂജ. നാളെ കാലത്ത് ഒരു 6-7 മണിക്ക് നമ്മുടെ മകര അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നമ്മുടെ മേൽശാന്തി വന്നിട്ട് ഗണപതി ഹോമം ചെയ്യും. ഇത് നമ്മളൊരു 9 മണി 9:30 കഴിഞ്ഞിട്ട് നാട്ടിൽ ഒരു പ്രതീക്ഷ കാലത്ത് 9:30 ആകുമ്പോൾ നാട്ടില് ദേശത്ത് പ്രതിഷ്ഠയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 12:30 ആകുമ്പോൾ 1 മണിക്കുള്ളിൽ ടൗണിലും പോയിട്ട് ഒരു പ്രതീക്ഷ. നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോവാ? ചിലപ്പോ നമ്മള് വണ്ടി കൊടുത്തുണ്ട്. അതുകൂടാണ്ട് വേറെ വണ്ടി വിളിച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒരു ആഘോഷമായിട്ടാണ് ഗണപതിന്റെ ഇരിക്കാറ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നാളത്തെ പരിപാടി ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ കാലത്ത് ഞാൻ പറഞ്ഞു കാലത്ത് 9:30 ആകുമ്പോ ഇവിടെ ദേശത്ത് ചുറ്റിയിട്ട് പാട്ടൊക്കെ വെച്ച് ചുറ്റിയിട്ട് പിന്നെ കുന്നോളം ടൗണിൽ പോകും. അവിടെയും അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ ആഘോഷമായിട്ട് ഉച്ചയ്ക്ക് അവിടെ എത്തി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. നമ്മള് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വീട്ടുകളിൽ പോയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണി 2:30 എങ്ങനെ ഗുരുവായൂർ എങ്ങനെ നാട്ടോളം കോട്ടപ്പടി റൂട്ട് 500 രൂപ തമ്പുരാമടി. പിന്നെ ഇവര് തെക്കേപ്പുറത്ത് 500 തമ്പുരാമടി. ഒരു 3 മണിയൊക്കെ ആവുമ്പളാ ഇവിടുന്ന് പോവാ. 2:30-3 എല്ലാവരും നേരത്ത് ഇവിടുന്ന് തെക്കേപ്പുറത്തുനിന്ന് 500 റോഡ് വഴി തമ്പുരാമ്പടി വഴി ചുറ്റിയിട്ട് അങ്ങനെ പോകും. വീഡിയോ സാധാരണ ദേവട്ടി സംസാരിക്കും, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറ്. അപ്പൊ ദേവട്ടി ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ ചെറിയ എന്തെങ്കിലും ഉണ്ടാവും. സ്റ്റെബിലൈസേഷനിലാണ്, എന്താവും അറിയില്ല. അപ്പൊ ഇവിടുന്ന് ആഘോഷമൊക്കെ ആയിട്ട് പാട്ട് വെച്ച് വണ്ടിയില് 500 റോഡ് വഴി പോയി. പിന്നെ തമ്പുരാമ്പടി നമ്മള് മമ്മിയൂര് 500 റോഡ്, അവിടുന്ന് തമ്പുരാമ്പടി, അവിടുന്ന് മമ്മിയൂര്. പിന്നെ നമ്മള് ചെന്ന് കയറി വെച്ചാൽ ഗുരുവായൂർക്ക് പോയില്ലേ, നേരെ അയ്യൂരിൽ ചൗക്കാട് റൂട്ടില് മമ്മിയൂര് വന്ന് കയറിയിട്ട് അപ്പൊ അവിടുന്ന് വേറെ വല്ല കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ വേറെ ദേശക്കാരെ കൂടെ ഉണ്ടാവും. അവരുണ്ടാവും. അവിടെ നമ്മള് സ്ഥിരമായിട്ടുണ്ടാവണോ എല്ലാവരും ഉണ്ടാവും. മമ്മിയൂരിന് എല്ലാവരും ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. ഒപ്പം അപ്പൊ ഏകദേശം മമ്മിയൂർക്കൊക്കെ എത്ര മണിയാകുമ്പോൾ എത്തുക? അവിടെ മമ്മിയൂർ എത്ര മണിക്ക് എത്തുക? 2:30 ഇറങ്ങി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പോവില്ല. മമ്മിയൂരൊക്കെ ഏകദേശം മമ്മിയൂരം അവിടെ പിന്നെ ഇത്തിരി ഗുരുവായൂരൊക്കെ കയറുന്നില്ല എന്ന് പറഞ്ഞു. ചിലവരൊക്കെ ഗുരുവായൂരൊക്കെ പിന്നെ അവിടുന്ന് നേരെ അങ്ങനെ പോവില്ല. ചാവക്കാട് സെന്റർ 4 കൂടി സെന്ററിൽ കുറച്ചിറങ്ങി ഒന്നുകൂടി ഒന്ന് വിശദമായി പറഞ്ഞാൽ മമ്മിയൂർ സെന്ററിൽ എന്നിട്ട് അവിടുന്ന് 3:30-4 മണിയാകുമ്പോൾ മമ്മിയൂർ സെന്ററിൽ എത്തുമെന്നാണ് പറഞ്ഞത്. അവിടുന്ന് നേരെ ദ്വാരക ബീച്ചിൽ പോകണം. ദ്വാരക ബീച്ച് പോയിട്ട് പിന്നെ എന്താ ഒന്നുകൂടി ഒന്ന് പറയാം. ദ്വാരക ബീച്ചിലെത്തിയ ശേഷം ആദ്യം ആരാണ് കൊടുക്കുക, പിന്നെ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ആദ്യം. അപ്പൊ അതായത് ഇവർ പറയണത് ദ്വാരക ബീച്ചിലെത്തി കഴിഞ്ഞാൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി ഉണ്ട്. അവരുടെ കലാശ വിഗ്രഹമാണ് ആദ്യം ഒഴുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞവർ ഓരോരുത്തരായിട്ട് ഒഴുക്കുക ചെയ്യും. അവരെല്ലാവരും ഒരുമിച്ച് വരിയായിട്ടൊന്നും ഒഴുക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. കാരണം ടൈമിങ് പോയി വരാനുള്ള ടൈമിങ്
വിഗ്രഹം അത്യാവശ്യം നല്ല ഭംഗിയുള്ള വിഗ്രഹം തന്നെയാണ് കേട്ടോ. അപ്പൊ പാലക്കാട് മാറ്റി വളപ്പാക്കാക്കിയ വിഗ്രഹത്തിന്റെ ഭംഗി പറയാ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, നല്ല ഭംഗിയുള്ള വിഗ്രഹം തന്നെയാണ്. വിഗ്രഹം എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മൾ പ്രാവശ്യം പോയത് ബുധനാഴ്ച വൈകിട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ എടുക്കാൻ പോയി. ഒരു 5 മണി 6 മണിക്ക് ഇവിടെ എത്തി. എത്ര ദൂരം ഉണ്ട് ഏകദേശം വളപ്പായ്ക്ക് ഇവിടുന്ന്? ഒരു 25 കിലോമീറ്റർ ഉണ്ടാവും നമ്മളിവിടുന്ന്. ഏകദേശം നമ്മൾ വളപ്പായ്ക്ക് 5 കിലോമീറ്റർ. പാലക്കാടൊക്കെ കാലത്ത് പോയിട്ട് കാലത്ത് നമ്മളൊക്കെ അന്ന് പോയാല് ഒരു കാലത്ത് പോയിട്ട് പിന്നെ വൈകിട്ടൊക്കെ എത്താറ്. രാത്രി നേരത്തെ എത്താറ്. അപ്പൊ പാലക്കാട് അതായത് പാലക്കാടുള്ളത് വളപ്പായി ആക്കിയതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ പാലക്കാടൊക്കെ ആകുമ്പോൾ ഒരു കാലത്ത് പോയിട്ട് രാത്രി ഒക്കെയാണ് വിഗ്രഹമായിട്ട് എത്താറ്. ഇപ്പൊ വളപ്പായിക്ക് മാറ്റിയപ്പോ നല്ല വിഗ്രഹമാണ്, മോശം വിഗ്രഹമല്ല, കാണാനും എല്ലാ തരത്തിലും നല്ല വിഗ്രഹം തന്നെയാണ്. നല്ല ഐശ്വര്യമുള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹം തന്നെയാണ്. അപ്പൊ ഇവർക്ക് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന് അടുത്ത് നേരമുള്ള. ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും എത്താന്നാണ് വളപ്പായിക്ക് പോകുമ്പോഴുള്ള വ്യത്യാസമായിട്ട് പറയണത്. അവിടുന്ന് ഇവിടെ കൊന്തുമ്പോഴ ചടങ്ങ് ദോസ്തിൽ പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള ചടങ്ങുകളെ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുക, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചടങ്ങ് ഇതിന്റെ ക്യാഷ് കൊടുക്കുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ഇല്ലല്ലേ, അവിടെ നമ്മൾ ക്യാഷ് കൊടുക്കുക. അവരോട് നമ്മൾ അടിക്കണക്കാണ് ക്യാഷ് പറയുന്നത്. നമ്മളിപ്പോ ഏഴടിക്ക് വിഗ്രഹത്തില് 7 അടിക്കുള്ള ക്യാഷ് അവിടെ കൊടുക്കുക. വളപ്പായെന്നാണ് എടുത്തെന്ന് പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ വളപ്പായെന്ന് എങ്ങനെ സെലക്ട് ചെയ്ത് ഒരു വാട്സാപ്പിൽ ഫോട്ടോസ് അയച്ചു തരും? ഒരുവിധം കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഫോട്ടോ അയക്കുന്ന കാര്യങ്ങളാണല്ലോ. വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു തരുമോ ചെയ്ത്? അയച്ചാലേ അവിടെ വളപ്പായിലല്ല, പാലക്കാട് ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് ഇതൊക്കെ. പാലക്കാട് നിന്നാണ് ഓർഡർ. ഇവര് വളപ്പായ പാലക്കാട് പോയിട്ടാണ് അവർ ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മള് ഫോട്ടോ അയച്ചിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് പാലക്കാട് നിന്ന് വളപ്പായി കൊടുത്ത് നമുക്ക് ഇവിടുന്ന് മുന്നേന്ന് പറഞ്ഞാൽ നേരെ പാലക്കാട് തന്നെ എടുക്കണം. മുന്നേ ചെയ്യുന്ന ബാറ്റോട്ട് പാലക്കാട് നമ്മൾ വിചാരിക്കണം. ഈ വർഷം ഇവരെടുത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവര് പാലക്കാടുള്ളവർക്ക് തന്നെയാണ് ഓർഡർ കൊടുത്ത്. പക്ഷെ ഇവർക്ക് പാലക്കാട് പോയിട്ട് എടുക്കണ്ട, വളപ്പായ പോയിട്ട് കളക്ട് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഫോട്ടോ ഒരു വാട്സാപ്പിൽ അയച്ചു ഫോട്ടോ അയച്ചു തന്നിട്ട് നമ്മള് ഒരു ഉയരം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉയരത്തിലുള്ളത് 5 അടി 6 അടി അങ്ങനെയാണ് വിഗ്രഹത്തിന്റെ. നമ്മുടെ ഈ വിഗ്രഹം എത്ര ഉയരം? 7 അടി. ഈ തട്ടൊന്ന് നോക്കണ്ട, ഈ തട്ട് അടക്കം ഗണേശദേവന്റെ കിരീടം അടക്കം 7 അടി ഉയരമുള്ള വിഗ്രഹമാണ് ഇവിടെ കൊടുന്ന് വെച്ചേക്കുന്നത്. നാളെ നിങ്ങൾ ഇവിടുന്ന് ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും? ഏകദേശം നമ്മള് ഇപ്പൊ ഇതിൽ അമ്മമാര് ഒരു 10-25 പേരുണ്ടാവും. അമ്മമാരും കുട്ടികളെ കൂടിയിട്ട് ഒറ്റ 100 ആൾക്കാരുണ്ടാവും. നമ്മള് അമ്മമാരും നമ്മളും എല്ലാവരും കൂടി ഏകദേശം 10-120 ആളൊക്കെ ആയിട്ടാണ് ഇവര് ഇവിടുന്ന് പോവുക. അപ്പൊ നമുക്ക് ഇത് കാണുന്നവർക്കും പിന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവാനാണ്. നമ്മളിപ്പോ ഗണേശ വിഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ആണെങ്കിലും അവിടെ പോയിട്ട് വിഗ്രഹം കൊടുക്കാന്നാണോ, അത് എവിടെയെങ്കിലും ഇത് രജിസ്റ്റർ ചെയ്യുക, എവിടെയെങ്കിലും അറിയിക്കുക, അങ്ങനെ എന്തെങ്കിലും വേണം? അല്ല, നമുക്ക് 1 മാസം മുന്നേ അവിടുന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി നമ്മളെ വിളിച്ച് വിവരം അറിയിക്കും. അത് 1-2 മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് അവിടെ ചെല്ലാൻ മാത്രം അവിടെ ചെന്നിട്ട് നമ്മളെ അവിടെ ചെന്നിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യും. അപ്പൊ നമുക്ക് അവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് നമ്പറും തരും. നമുക്ക് 2 ബാഡ്ജ്, ഇതിന്റെ ഇന്റർനെറ്റ് 2 ദിവസം മുന്നേ നമ്മള് രണ്ടാള് ചെന്നിട്ട് അതിന്റെ ബാഡ്ജും പിന്നെ അവിടെ നിന്ന് നമ്മളവിടെ ഒപ്പിട്ടിട്ട് ബാഡ്ജും പിന്നെ നമുക്ക് നമ്പർ കിട്ടും. 2 നമ്പറുണ്ട്, ആ നമ്പറും നമ്മൾ മേടിക്കും. പിന്നെ നമുക്ക് ധാരകയില് വേറെ ഇതൊന്നുമില്ല, ഇത് മാത്രം മതി. അപ്പൊ ധനിയേട്ടൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഗണേശോത്സവത്തിന് 2-3 ആഴ്ച മുന്നേ ഏകദേശം 1 മാസം മുന്നേക്കെ ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ മീറ്റിംഗ് വിളിക്കും. പുതിയതായിട്ട് ഗണേശോത്സവം കൊണ്ടുപോകണവരും അതല്ല പുതിയതായിട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും അന്ന് വന്ന് പേര് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗണേശോത്സവത്തിന് 1-2 ദിവസം മുന്നേ ബാഡ്ജ് കിട്ടും, വണ്ടി മുട്ടിക്കാനുള്ള നമ്പറും കിട്ടും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ രജിസ്റ്ററിൽ ഓൾറെഡി പേരുണ്ടാവും. പിന്നെ വേറെ റെസിറ്റും കാര്യങ്ങളൊന്നും കാണിക്കണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മള് ഇവരെ ഗണേശോത്സവ കമ്മിറ്റിത്തെ ഒരു അംഗത്തിനും കൂടി പരിചയപ്പെടുത്താണ്. വിഘ്നേശ്വരൻ എന്നാണ് പേര്, ആലിയനാണ്, അങ്ങനെയാണ്. തെക്കേപ്പുറം ദേശത്തിന്റെ ഗണേശോത്സവ കമ്മിറ്റി അല്ലെങ്കിൽ സമിതിയല്ലേ ഇതിപ്പോ തെക്കേപ്പുറത്ത് ഇപ്പൊ നമ്മള് തെക്കേപ്പുറം പൂരം എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഏകദേശം ഈ ഭാഗത്തുള്ള എല്ലാ കമ്മിറ്റികളും ഉൾപ്പെടുന്നതാണോ? പൂരം നടക്കുന്നത് ഓരോ ഏരിയയിലും ഓരോ കമ്മിറ്റിയാണ്. അപ്പൊ ആ വഴിയിലൊരു കമ്മിറ്റി, ഈ വഴിയിലൊരു കമ്മിറ്റി, ആലപ്പുഴ സമയം അങ്ങനെ പല കമ്മിറ്റികളാണ്. നമ്മളിത് ഗണേശോത്സവം നടക്കുന്ന സമയത്ത് ഏകദേശം കൂടി എത്ര കമ്മിറ്റികളുണ്ടാവും ഏകദേശം ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവും? 10-12 കമ്മിറ്റിക്കാർ അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നമുക്ക് ദേശം നമ്മുടെ പേരിലാണ്. ഈ ഭാഗത്തുള്ള ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റികളും ഉൾപ്പെട്ടൊരു ദേശം എന്നുള്ള രീതിയിലാണ് ഗണേശോത്സവം കൊണ്ടുപോകുന്നത്. പിന്നെ ഗുരുവായൂരത്തെ കാര്യം ചോദിക്കട്ടെ. ഗുരുവായൂർ ഇപ്പൊ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുന്ന വിഗ്രഹം അത് ആരാണ് കൊണ്ടുവയ്ക്കുന്നത്? അത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ആദ്യത്തെ വിഗ്രഹം വരിക. 3 ദിവസം മുന്നേ അത് ഗുരുവായൂരിലേക്ക് അയക്കാൻ അടുത്തില് നമ്മുടെ ചേർന്നിട്ടായിട്ട് അതൊരു 8 അടി 9 അടി ഉണ്ടെന്നുണ്ട്. ഫോട്ടോ കാണുമ്പോൾ അത്യാവശ്യം ഉയരമുള്ള വിഗ്രഹം പോലെ തോന്നുന്നുണ്ട്. ആ വിഗ്രഹമാണ് ആദ്യം അവിടെ ചെയ്യുന്നത്.
അപ്പൊ അന്ന് ഈ ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സമിതികളെയും അന്നേ ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറ്റും. അന്നത്തെ ദിവസം പറഞ്ഞാൽ ഗണേശോത്സവം അല്ല, ഈ ഗണേശ വിഗ്രഹം അവിടെ പഠിപ്പിക്കാൻ ഈ മറ്റൊരു ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള എല്ലാ സമിതികളെയും അന്നേ ദിവസം ഗുരുവായൂരിലേക്ക് ക്ഷണിക്കും. അപ്പോൾ അവരവിടെ പങ്കെടുത്ത് അതിനോടൊപ്പം ചോദിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് പറഞ്ഞ എന്താ വെച്ചാല് ഗണേശോത്സവത്തിന്റെ 3 ദിവസം മുന്നേ ആയിട്ട് കേരള ക്ഷേത്ര സമിതിയിലെ വിഗ്രഹം, അതൊരു 7 അടി 8 അടി മുകളിലുള്ള വിഗ്രഹം അവിടെ കൊടുന്നേക്കും. അന്നേ ദിവസം ഗണേശോത്സവം നടത്തണം. ബാക്കി കമ്മിറ്റിക്കാരോട് കൂടി അവിടേക്ക് വരാനും അതിലൊക്കെ പങ്കെടുക്കാനും പറയും. അന്നത്തെ ദിവസം ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. വണ്ടിക്ക് നമ്പറുകളുണ്ട്. നമ്മുടെ വണ്ടി നമ്പർ 18 ഏകദേശം പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമത്തോട് കൂടിയിട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. ഏകദേശം ഇതെല്ലാം നമ്മുടെ ചാവക്കാട് ദ്വാരക ബീച്ചിലേക്ക് ഒഴുക്കി കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോ ഏകദേശം എത്ര മണിയാവും ഇതെല്ലാം കഴിഞ്ഞെത്തുമ്പോ? നിങ്ങളിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും കൂടെ വരുന്നവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൈ പിടിക്കില്ല എല്ലാവരും വണ്ടിയില് ഭക്ഷണം. പിന്നെ നമ്മളീ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് നീങ്ങിക്കൊണ്ടിരിക്കില്ല വണ്ടികൾ. അപ്പൊ അതില് പല വണ്ടികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പ്രസാദങ്ങൾ ഉണ്ടാവും. ഗണപതി ഹോമം കഴിഞ്ഞ പ്രസാദങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ ഒരുപാടുള്ള അപ്പൊ പറയണത് എന്താ വെച്ചാൽ നമുക്ക് 50 മുകളിലേക്ക് എന്തായാലും. അപ്പൊ ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ അല്ല, ഈ വർഷത്തെ ഗണേശോത്സവത്തിന് പങ്കെടുക്കുന്ന കമ്മിറ്റിക്കാര് എങ്ങനെ പോയാലും ഒരു 60 ചേർന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം കിഴൂരൊക്കെ 55 നമ്പർ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഹായ്, ഞാൻ വന്നോട്ടെ നിങ്ങളുടെ മുന്നിലേക്ക്. ചേട്ടനാണ് വന്ന് സംസാരിച്ചത്. അപ്പൊ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് വന്നതാണ്. പിന്നെ വീഡിയോ ഇങ്ങനെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇന്ന് അതെനിക്ക് മനസ്സിലായി. അതിനിപ്പോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. കുറെ എനിക്ക് കേൾക്കും വീഡിയോ അങ്ങനെ ഫോണിങ്ങനെ വിളിച്ചത് പറഞ്ഞിട്ട്. അപ്പൊ തനിയാത്ര പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ സംസാരിച്ചില്ലേ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങള് സംസാരം എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, കാരണം റോഡ് സൈഡിനാണ് ഇത്. എപ്പോഴും വണ്ടികൾ പോകുന്ന സൗണ്ട് ഇതൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗണേശോത്സവത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറ്റാവുന്ന പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൂടെ അറിയിക്കാം. കേരളത്തിന്റെ ഗണേശോത്സവത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.